നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പൂവ വ്യാപാരിയായിട്ടുള്ള ചേട്ടൻ്റെ കടയിലാണ്. നോക്കിയാണ് നല്ല രീതിയിലുള്ള ഒരു കച്ചവടമാണ്. எப்படி இருக்கு இந்த கச்சவடம் எப்படி இருக்கு இந்த விவசாயம்? உலகமே இல்லை. இந்த பூ கச்சவடம் எங்கே இருக்கு? பூ மார்க்கெட்லேருந்து எடுத்துட்டு வரோம். எத்தனை ரூபா கிடைக்கும் இந்த வருஷம்? ஒரு 500 ரூபாய் கிடைக்கும். 500 ரூபா கிடைக்கும். நீங்கள் இந்த பக்கத்தில் ஓட்டுற தானே? இந்த பக்கத்தில் இப்படியான ஓட்டு யாரு ஜெயிக்கும், காங்கிரஸா பிஜேபியா? அது தெரியாது நம்மளுக்கு. தெரியாதா? ஆனால் ரெண்டும் நல்ல ஃபைட் இருக்கு. ஃபைட் இருக்கு. டிகே சிவகுமார் எப்படி இருக்கு? டிகே சிவகுமார் பரவாயில்ல, அவங்க வந்ததுலேருந்து எல்லா லேடிஸ்க்கெல்லாம் ஃப்ரீ விட்டுருக்காங்க. പരവായില്ല, മോശം கிடையாது. அப்படி இருக்கு. നമ്മളിപ്പോൾ നോക്കിയാൽ ഇവിടെ അറിയാം, അവിടെ ഇവിടെയൊക്കെ ടിഫിൻ സ്റ്റോളുകളുണ്ട്. ഇതാണ് കർണാടകയുടെ ബസ് എന്ന് പറയുന്നത്. കർണാടകയുടെ മുനിസിപ്പൽ ബസ്സാണ്. ബാംഗ്ലൂർ മുനിസിപ്പലിൻ്റെ ടൗൺ ബസ്സുകളാണ്, ബംഗളൂരുവിൻ്റെ ബസ്സുകളാണ് ഈ നിരത്തിൽ ഓടുന്നത് മുഴുവൻ. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നിരത്തിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും കർണാടകയിലുള്ള ബാംഗ്ലൂർ ഡിവിഷൻ്റെ കീഴിലുള്ള ബസ്സുകളാണ്. എല്ലാം കന്നഡ ഭാഷയിൽ എഴുതിയേക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ നിറങ്ങളുള്ള പച്ചയും നീലയും അതുപോലെ തന്നെ നിരവധി വർണ്ണങ്ങളിലുള്ള ബസ്സുകളാണ് ഉള്ളത്. വളരെ ഒരു ഹബ് ഏരിയയാണ് സത്യം പറഞ്ഞാൽ കർണാടക എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നോക്കിയാൽ ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വികസിത നഗരം എന്ന് പറഞ്ഞാൽ ഹൂബള്ളിയാണ്. ഹൂബള്ളിയും ധർവാഡും ഹൂബള്ളിയും നമുക്കറിയാം. ധർവാഡും ഹൂബള്ളിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഹൂബള്ളി ധർവാഡ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജഗദീഷ് ഷട്ടാർ പരാജയപ്പെട്ടു. എന്നിട്ട് വളരെ നൈസായിട്ട് തന്നെ അദ്ദേഹം വീണ്ടും BJPയിലേക്ക് ചേർന്നു. എന്നിട്ട് കോൺഗ്രസിനൊരു താങ്ക്സും കൂടെ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് തന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ജനത കോൺഗ്രസിലേക്ക് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കുറേ അധികമായി നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും മോദിയുടെ തരംഗം കർണാടകത്തിൽ വീണ്ടും ഏശില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ വീണ്ടും നരേന്ദ്രമോദി പ്രഭാവം ഉണ്ടായാൽ കർണാടകയിൽ ഒരുപക്ഷെ വിജയം ആവർത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യവുമുണ്ട്. അതൊരു പക്ഷേ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം 370 സീറ്റുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്നും നരേന്ദ്രമോദി കരസ്ഥമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 370 സീറ്റുകൾ എങ്ങനെ കരസ്ഥമാക്കും? അതിന് വെറുതെ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മേഖലകളിലോ മാത്രം സീറ്റുകൾ നേടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മാത്രം നേടിയിട്ട് കാര്യമില്ല. ഹായ് ചേട്ടാ, ഹൗ ഇസ് ദ ടെമ്പറേച്ചർ? எப்படி இருக்கு? ചൂട് இருக்கா? தெலுங்கு ஆனா எப்படி இருக்கு? இந்த எலெக்ஷனில் யார் ஜெயிக்கும், மோடியா ராகுல் காந்தியா? மோடி தானே ஜெயிக்கும். டெவலப்மெண்ட்டு தானே எப்படி இருக்கு? எத்தனை ரூபாய் கிடைக்கும் ஒரு ദിവസം இந்த ஓட்டோ சர்வீஸில்? பரவாயில்ல, ಚೆನ್ನಾಗಿದೆ, பரவாயில்ல. ಬಟ್ ಇದು ಬಿಜೆಪಿನೇ ಚೆನ್ನಾಗಿದೆ, ಬಿಜೆಪಿ ಪಾಲನೆ ಚೆನ್ನಾಗಿದೆ. இந்த கர்நாடகையில் லாஸ்ட் டைம் BJP தான் விஜயிச்சது. இப்படி இத்தவணை எங்கனா? ஹவு இஸ் நவ்? வில் BJP வின்? BJP I will definitely BJP. ஓகே. ചേട്ടാ எப்படி இருக்கு டெம்பரேச்சர்? சூடு எப்படி இருக்கு? சன் who will win, மோடி or ராகுல் காந்தி? மோடி. எப்படி இருக்கு விகசனம், டெவலப்மெண்ட்? நல்லா இருக்கு. ഇവിടെ ഓട്ടോറിക്ഷയിലുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള തൊഴിലാളികളോടാണ് നമ്മൾ സംസാരിച്ചത്. വളരെ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നരേന്ദ്രമോദി ഫാൻസ് നിരവധിയായി കർണാടകയിലുണ്ട്. നമുക്കറിയാം, കർണാടകയുടെ ഏറ്റവും മികച്ച ഒരു നേതാവെന്ന് പറയാൻ അവർക്ക് കഴിയുന്നത് ഇപ്പോഴും യെദ്യൂരപ്പ തന്നെയാണ്. 80 വയസ്സ് കഴിഞ്ഞ യെദ്യൂരപ്പ തന്നെയാണ്. ലിംഗായത്ത് സമുദായം മുഴുവൻ BJPക്ക് വോട്ട് ചെയ്തത് യെദ്യൂരപ്പയെ കരുതി തന്നെയാണ്. യെദ്യൂരപ്പ എന്ന് പറയുന്ന ഒരു ഹാർഡ് കോർ മോദി ഫാനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് ശിവമോഗയാണ്. നമുക്കറിയാം, അദ്ദേഹം നിരവധി തവണയായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഷിക്കാരിപുര എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ രാഘവേന്ദ്ര നിലവിൽ MP ആണ്, ഷിവമോഗ MP ആണ്. ഷിമോഗ എന്ന് പറയുന്നത് വളരെ വികസിതമായിട്ടുള്ള സ്ഥലമാണ്. കാരണം അത്രയേറെ വികസനം യെദ്യൂരപ്പ കൊണ്ടുവന്നൊരു സ്ഥലം. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് ലിംഗായത്ത് സമുദായമാണ്. നമുക്കറിയാം, DK ശിവകുമാർ ഒക്ക ലിംഗായത്തുകാരനാണ്. ജനതാദൾ സെക്യുലറിൻ്റെ വോട്ടുകൾ ഒക്ക ലിംഗായത്താണ് ഏറിയ പക്ഷം. പക്ഷേ
ഇനി അങ്ങോട്ട് ഒരിക്കലും ഇവിടെ നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ കുമാരസ്വാമിക്ക് വോട്ടുകൾ കിട്ടുന്നതിൽ നല്ല രീതിയിൽ അവിടെ ഒരു കട്ട് വരും, ഒരു ഷോർട്ടേജ് വരും. അതിന് കാരണമാകുന്നത് ദേവഗൗഡയുടെ, അതായത് അദ്ദേഹം ഒരു ഒക്ക ലിംഗായത്തുകാരനാണല്ലോ, ദേവഗൗഡയുടെ വോട്ടുകൾ കൃത്യമായും DK ശിവകുമാർ അനുകൂലികൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്.